ഇവർക്ക് തന്നെ കുറെ ഇതിന്റെ ആക്സസറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവരുടെ കടയില്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ചട്ടികൾ കുറെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിലോട്ട് പോയിട്ടേ ഇവരുടെ ആക്സസറിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ആക്സസറീസും കാര്യങ്ങളും ഉള്ളത് നമുക്കൊന്ന് നോക്കാം. ചേച്ചി ഇവിടെ ഉണ്ട്. അപ്പൊ ചേച്ചി നമുക്ക് ആദ്യം ഇതാ ഇത് നമുക്ക് നോക്കാം. ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ ചട്ടി. ഇത് എത്ര റേറ്റ് പറഞ്ഞവർ? 90 രൂപയാണ് ഇതിന്റെ റേറ്റ് പറഞ്ഞത്. ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ ചട്ടികളുണ്ട്. ഇത് വേറെ അതിന് വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഇത് 45. ഈ ഒരു മൊത്തം ഇത് വരുമ്പോ അല്ലേ? ഇതിനും ഇതിന് വ്യത്യാസമുണ്ട്, ക്വാളിറ്റി വ്യത്യാസമുണ്ട്. 90 രൂപയാണ്. പിന്നെ ഇവിടെ കുറെ ഇത് നമുക്ക് സെറാമിക് കുഞ്ഞു കുഞ്ഞ അവിടെ നേരത്തെ കണ്ട പോലത്തെ മറ്റേ കാറ്റ്കസ് ഒക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റ്. ഇതിന് എത്ര റേറ്റ്? 160 ഇതിന്റെ റേറ്റ് കേട്ടാ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ വേറെ ഒരെണ്ണം നിൽക്കേണ്ടത് അതേപോലെ തന്നെ. ഇതിന്റെ റേറ്റ് എത്ര ചേച്ചി? 180 ഇതിന്റെ റേറ്റ്. ഇതിനോ? ഇവിടെ 250 ഉണ്ട്. കൊറേ ഉണ്ട് കേട്ടോ ഇവിടെ വെറൈറ്റി നമുക്ക് വെക്കാൻ പറ്റിയ. ഒരു ബുദ്ധയുടെ ഇത് എത്രയാ? 50 രൂപ. പ്ലാസ്റ്റിക് ആണ് തോന്നുന്നത്. അതെ. നമുക്ക് ഇതിന്റെ ഉള്ളിലെ പ്ലാന്റ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. അപ്പൊ ഇതിന് 60 രൂപയാണ് ഇതിന്റെ റേറ്റ്. പിന്നെ ഇത് നമുക്ക് ചെടിയുടെ സൈഡിലൊക്കെ ഇടാനുള്ള ക്രിസ്റ്റൽസ് പോലത്തെ കല്ലുകളല്ലേ. ഇതെന്താണ്? എപ്സം സോൾട്ട്. ഇത് എന്തിനാണ്? പൂവുണ്ടാവാത്തതിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പൂവുണ്ടാവും. എപ്സം സോൾട്ട് ആണ് അതിന്റെ പേര്. അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാ? 50 രൂപ ഇതിന്റെ റേറ്റ് തന്നെ. എപ്സം സോൾട്ട് ഉണ്ട് ഇവിടെ. പിന്നെ ഇത് കോക്കോപിറ്റിന്റെ 50 രൂപ. 1 കിലോ 50 രൂപ കോക്കോപിറ്റ്. പിന്നെ ഇവിടെ ചെറിയ ചട്ടിയും ചെറുതുണ്ട്. ഇതൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റിലേക്ക് സാധനമാണ് കൂടുതൽ. 40 ഇത് 25 രൂപ. ഇത് 50. ഇത് 50 രൂപ. പിന്നെ വലിയ ഇത് കൊള്ളതല്ല ഭംഗി. 150 രൂപയുടെ ഒരു ചട്ടി ഉണ്ട്. 150 രൂപ. ഇത് ഊരിയെടുക്കാൻ പറ്റുന്നതാ. ഏത്? ഊരിയെടുക്കാൻ പറ്റുന്നതാ. അങ്ങനത്തെ ടൈപ്പാ. ഇത് ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. വെള്ളം പോയാലും വിഷയമല്ല. ഇത് വേറെ പ്ലാസ്റ്റിക്കിന്റെ വലിയ ചട്ടി. ഇതിന് 100 രൂപ അതിന്റെ വില. ഇതിന്റെ പല കളറുകളുണ്ട്. ഇതിന്റെ അത്യാവശ്യം ചെറുതുണ്ട്. 100 രൂപ കേട്ടാ. 50 രൂപയുടെ അതിന്റെ ചെറുതും ഉണ്ട്. 50 രൂപയുടെ കേട്ടാ. അതിന്റെ ചെറുതാണ് 50 രൂപ. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. ഇത് ഉള്ളില് ഒരു ചട്ടി ഉണ്ടാവും. ഈ ചട്ടിയില് പ്ലാന്റ് വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഒഴിച്ചാലും ഇതിനകത്തേക്ക് വന്ന് കിടക്കുള്ളൂ വെള്ളം. ഇതിന് 100 രൂപ കേട്ടോ ഇതിന്റെ റേറ്റ് ആണ്. പിന്നെ നമുക്ക് അടുത്തത് ഇത് കൊള്ളാട്ടോ. സെറാമിക്കിന്റെ തന്നെ. ഇത് ഇങ്ങനെയല്ല വെക്കുന്നത്. ഹാങ്ങിങ് ആണ്. അതിനുള്ള ഹുക്ക് ഉണ്ട് ഇവിടെ. 250 രൂപ റേറ്റ്. 250 രൂപ. പിന്നെ ആടിന്റെ ഷേപ്പ് ഉള്ളതല്ലേ. ഇത് കണ്ട. ഇത് എത്ര റേറ്റ്? കണ്ടോ? 400 രൂപയുടെ. ഇതൊക്കെ എന്ത് ടൈപ്പ് പ്ലാന്റ് ആയിരിക്കും ബെറ്റർ? ഇത്രയും വലിയത് മണി പ്ലാന്റ് ഒക്കെ നമുക്ക് ഏത് ഇങ്ങനത്തെ പ്ലാന്റ് ഒക്കെ വെക്കാൻ. ഓക്സിജൻ പ്ലാന്റ് ഇങ്ങനത്തെ പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ട് പറ്റൂട്ടോ. അപ്പൊ ഇതിന്റെ കുറെ കളക്ഷൻ ഇതിൽ വെക്കാം. ഇത് ചിര അതുപോലത്തെ എടുക്കാൻ പറ്റും. വഞ്ചിയുടെ ഒരു ഷേപ്പിലുള്ളത്. ഇത് എത്ര ജീന്? അതിന് 125 ഉണ്ട് ഇവിടെ. വഞ്ചിയുടെ ഹാങ്ങിങ് ആയിട്ട് ഇടാനും പറ്റും. 125 ഇതിന്റെ റേറ്റ്. സൂക്ഷിച്ചു വെക്കട്ടെ, ചട്ടി ഒട്ടും ചിലപ്പോ. പിന്നെ നമുക്ക് ഇനി നോക്കാനുള്ളത് ഇവിടെ കുഞ്ഞു 15 രൂപ. 15 രൂപയുടെ സ്റ്റാർട്ടിങ്. 15 രൂപ. 10 രൂപയുടെ ഉണ്ട് ഇവിടെ. പിന്നെ പല പല ഷേപ്പ് ചട്ടികളുണ്ട്. ഇത് എത്ര ഈ ഷേപ്പിന്? 45. അതിന്റെ തന്നെ വേറെ ആട്ടത്. ഇത് ഉള്ളില് ഇന്നർ ഉള്ളതാണ്. ഇതിന് 100 രൂപ. ഇതില് ചെടി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കൊണ്ടടക്കാൻ പറ്റും. 100 രൂപ. അതിന്റെ വേറെ ഷേപ്പ് 120. ഇത് ഇന്നർ ഉള്ളത്. പുറത്തല്ല ഭംഗിയായിട്ട് കാണുകയും ചെയ്യും. അകത്ത് നമുക്ക് ചെടി നടാൻ പ്രശ്നമില്ല. പിന്നെ കോക്കോപീറ്റിന്റെ ഇത് എത്ര കിലോയാ? 4 കിലോ. 200. 4 ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. ഈ ചട്ടി 250. ഇന്നറുള്ളതാണ് 250 രൂപ. അതിന്റെ വെള്ളയാണത് ഇവിടെ ഇരിക്കണ വേറെ കളർ.
ഇതല്ല അടിയത്തല്ലേ കളർ ചെയ്ത ഇന്നറൊക്കെ കണ്ട ഇന്നറുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല അങ്ങനത്തെ ടൈപ്പാ. ഇതിന്റെ വൈറ്റ് ഉണ്ട്, ആഷ് കളർ ഉണ്ട്. ആഷ് കളറും ഉണ്ട് വൈറ്റും ഉണ്ട്. ഇരിക്കുന്നത് ഇവിടെ മേളിരിക്കുന്നുണ്ട്. അതിന്റെ ആഷ് കളർ 170 ഇതിന്റെ റേറ്റ്. പിന്നെ ഇത് നേരത്തെ അവിടെ മണി പ്ലാന്റ് നമ്മൾ കണ്ടില്ലേ, അതിന്റെ സ്റ്റിക്ക് ഉണ്ട് കേട്ടോ അവിടെ. നമുക്കത് ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ട്, അവരോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് എത്ര റേറ്റ് വെച്ച് പറഞ്ഞാൽ 75 രൂപയുടെ സ്റ്റിക്ക്. ചെറുതുണ്ട് 60 രൂപയുടെ ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അതെ, അതിന്റെ ചെറുത് ഇവിടെ ഇരിക്കുന്നു കേട്ടോ, 60 രൂപയുടെ ചെറുതുണ്ട്. പിന്നെ ഇതൊക്കെ ഹാങ് ചെയ്യാനുള്ള അതിന്റെ ഇത് കൊടുക്കാനുള്ളതല്ലേ, ഹാങ് ചെയ്യാനുള്ള വള്ളികള് ഹാങ്ങിങ് ചട്ടികൾക്ക് ഉള്ളതാണ്. ഇത് എത്ര റേറ്റ് പറഞ്ഞേ? 20 രൂപയാണ്. അതേ ഒരു ചെറുത് ഇത് കൊള്ളാം. ഇത് റേറ്റ് ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ ഒറ്റ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ 3 പ്ലാന്റ് നമുക്ക് നടാൻ പറ്റും ഒറ്റ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ഭംഗിയിൽ വെക്കാൻ പറ്റിയ കുറെ. ഇത് ചെടിക്ക് സ്പ്രേ ഇത് ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. അത് ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. ഇത് വേറെ അതേപോലെ തന്നെ ഭംഗിയുള്ള സെറാമിക്കിന്റെ 500 രൂപയാണ് കഴിഞ്ഞാണ്. അത് വേണ്ട 500 രൂപ. അതെ, അത് ഇവിടെ ഉണ്ട്. ഉരുളി ഇത് നമുക്ക് ഒരു പോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇവിടെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ നടുക്കൊക്കെ വെക്കാൻ പറ്റുക. ഇത് എത്ര റേറ്റ്? ഇത് 650 കേട്ടോ ഇതിന്റെ റേറ്റ്. പിന്നെ കുഞ്ഞു കുഞ്ഞു ചട്ടികളുണ്ട്. കുഞ്ഞുചട്ടികൾക്ക് എത്രയാ? 12 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. 10 രൂപ 12 രൂപ മുതൽ കുഞ്ഞു ചട്ടികൾ തന്നെ അതിന്റെ എല്ലാം സ്റ്റാർട്ടിങ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്കിന് റേറ്റ് 6 രൂപയാണ് സ്റ്റാർട്ടിങ് ബ്ലാക്ക് പ്രോഡക്ട്സ്. കുഴപ്പമില്ല, എടുത്താൽ മതി. ഇതാ ബുദ്ധയുടെ അല്ല നമ്മൾ ഇവിടെ റൗണ്ടില് നല്ല ഭംഗിയുണ്ടാണ്. 60 രൂപ. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൽ ഈ ഒറ്റ കളറുള്ളൂ, ഈ ഒറ്റ കളറുള്ളൂ. 60 രൂപ. ഇത് ചട്ടിയാണ്. അതെന്താ? അത് 250 രൂപ. ബുക്ക് ഇടയ്ക്ക് വെച്ചാൽ പോലെ ഉണ്ട്. 250 രൂപ. ഇത് നോർമൽ ഒരു ചട്ടിയാണ്. 250 രൂപ നോർമൽ ചട്ടി ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോന്ന് കണ്ട ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര ഏജ്? 300 വാട്ടർമെൽ വെച്ച പോലെ. പിന്നെ ഇത് ഡെമോ വെച്ച എന്താണ് അതിന്റെ ഉള്ളില്? അത് 250 രൂപയാണ് തോന്നുന്നത്. 300 രൂപയാണ് അതിന്റെ ചട്ടി. പച്ച പല കളറും ഇവിടെ. ഫുട്ബോളിന്റെ സൈസിലുള്ള എല്ലാം ഉണ്ട്. ഫുട്ബോളിന്റെ സൈസിനുള്ളത്. ഇത് എത്ര തന്നെ ചേച്ചി? 150 ആട്ടെ. ഫുട്ബോളിന്റെ കളറിലിരിക്കുന്നത് 120 ആട്ടെ റേറ്റ്. ഫുട്ബോളിന്റെ കളർ 120 രൂപ. വൈറ്റ് ഉണ്ട്. ഇതിന് വേറെ കളറും ഉണ്ടല്ലേ? വൈറ്റും ഉണ്ട്, മഞ്ഞുണ്ട്. അതെ, അവിടെ ഉണ്ട്. അതിന്റെ വൈറ്റും മഞ്ഞയും ഉണ്ട് ഇവിടെ. മഞ്ഞ അതേ ഇവിടെ ഇരിക്കുന്നു, വൈറ്റ് അവിടെ. ചെറുത് 6 രൂപ. 6 രൂപയുടെ ചട്ടി ഇതാണല്ലേ? 6 രൂപയ്ക്ക് 6 രൂപ സ്റ്റാർട്ടിങ്. 6 രൂപ മുതലുണ്ട്. 6 രൂപയുടെ ചട്ടിയാണ് ഇത്. പിന്നെ വേറെ എന്തിട്ടുള്ള മരുന്ന് ഇത് കണ്ട പാസം. ഇത് അതിന് ചെറുതുണ്ട്. ചെറുതിന് ഇതല്ലേ 200 രൂപ. ഇതാണ് 150 രൂപ. അവിടെ ഇരിക്കാണ് കാസ പോലത്തെ അല്ലേ? 150 രൂപയാണ് ഇവിടെ ഉള്ളത്. അതിന്റെ ചെറുത് ഇവിടെ ഉണ്ട്. ഇത് 100 രൂപയാണ് ഇവിടെ ഇതിരിക്കുന്നത്. നമുക്ക് വീടിന്റെ 2 സൈഡിലൊക്കെ ഇങ്ങനെ വെക്കാനായിട്ട് പറ്റിയ ചട്ടി. പിന്നെ ഇതാ ഇവിടെ കുഞ്ഞു കുഞ്ഞ ചെടികൾ ഇങ്ങനെ. പൂവുണ്ടാവും, കുഞ്ഞ പൂവുണ്ടാവും. എയർ പ്ലാന്റ് എന്നാണ് അതിന്റെ പേര്. ഇത് സ്പ്രേ ചെയ്താ ഇതാണ് നേരത്തെ. അല്ല, അത് വേറെ. ഇത് വേറെ അല്ലേ? അവിടെ ഹൗസിലുണ്ട്. ഓക്കെ. ഇത് എന്ന് വരുന്ന അത് പൂവുണ്ടാവാൻ വില ഉണ്ടാവാനുള്ളത്. ഇത്ര 60 രൂപ. 60 രൂപ. മരുന്നുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് പൂവുണ്ടാവാനുള്ളത്. ഇത് പൂവുണ്ടാവാനുള്ള ഇതിന്റെ യൂസ് എങ്ങനെയാണ്? ആഴ്ചയില് 6 ദിവസം നമ്മളത് യൂസ് ചെയ്യണം. 1 കലക്കിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തില് ഇത് 1 സ്പൂൺ കലക്കിയിട്ട് സ്പ്രേ ചെയ്യണം. ഓക്കെ, പൂവുണ്ടാവാനായിട്ട് അല്ലേ? ഓക്കെ. പിന്നെ ഇത് നല്ല ഭംഗി ഉണ്ടാവാൻ. ഇത് എത്ര റേറ്റ് തന്നെ? 250. 250 നമുക്ക് കുഞ്ഞു ചെടികൾ വെക്കാനായിട്ട് പറ്റിയ സാധനമാണ്.
പിന്നെ ഇവിടെ ഇപ്പൊ ഈ ഇലകളൊക്കെ ഈ പ്രാണിതിനെ പറ്റിയ മരുന്ന് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? കുറെ പേര് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ഇലകള് പ്രാണി തിന്നു പോകുന്നത്. ഈ മരുന്നാണ് ഇവിടെ യൂസ് ചെയ്യാറ്. ഈ മരുന്ന് ഇത് അല്ല. ഡേറ്റ് മരുന്നുണ്ട് ഇതിന്റെ. ഈ മരുന്നാണ് ഇല പ്രാണി തിന്നാതിരിക്കാനല്ലേ? ഇത് 1 ടീസ്പൂണ് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് സ്പ്രേ ചെയ്യാം. അപ്പൊ അത് നമ്മള് മണ്ണിന് കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. മണ്ണിനെ അതിന് നമ്മള് സൂഡോമോണാക്സ് ഇട്ട് ആ മണ്ണും സൂഡോമോണാക്സും ചാണപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് 7 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെയ്യുന്നത് 7 ദിവസം കഴിഞ്ഞിട്ടുള്ള മണ്ണിലാണ് ഞാൻ ചെടികളൊക്കെ ചെടികൾ നടുന്നത്. ഈ ചിലര് ഈ റംബൂട്ടാനൊക്കെ വെച്ചിട്ട് അതിന്റെ ഇലയൊക്കെ തളുത്ത് വരുമ്പോ ഓരോ പ്രാണികൾ തിന്നു പോകും. അത് കൊറേ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് പഠിച്ച് മറ്റേ വിഷം മരുന്നുണ്ടല്ലോ അത് മേടിച്ചടിക്കാനത് ഇവിടെ അടിക്കാറില്ല. ഞങ്ങൾ എന്താ മണ്ണിന് കടയുന്നുണ്ട് ഉപയോഗിക്കണേ. ഈ പറമ്പിലായാലും ഉപയോഗിക്കാറുണ്ട്. പിന്നെ പറമ്പല്ലാതെ മുഴുവൻ അവിടെ ഉപയോഗിക്കാറില്ല. ഇതെന്ത് ഇതല്ല ഭംഗിയുണ്ട്. പരണ്ണി പോലത്തെ ഇതെത്ര ഈ ചെറുത്? അതല്ല ഇത് 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 മറ്റേ നമ്മുടെ വെള്ളിമൂങ്ങിയല്ലേ 550. അങ്ങനത്തെ കൊറേ കേട്ടോ. അതന്നെ അല്ലല്ലോ അതല്ലേ പട്ടയാന്നുണ്ട്. അത് പൊട്ടിയൊന്നുണ്ട്. അതാണ് വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങയുടെ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനത്തെ കൊറേ സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ ചെയ്യാൻ പറ്റിയത് ചാക്ക് പോലത്തെ ഉണ്ട് കേട്ടോ. അതെ ഇത് ചാക്ക് പോലത്തെ 300 രൂപ ചാക്ക് പോലത്തെ കൊറേ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ചട്ടികള് ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഫെർട്ടിലൈസർ ഉണ്ട് ഇവിടെ. ഇത് പൂവുണ്ടാവുന്ന തന്നെയാണല്ലേ? അല്ല അത് നമ്മുടെ എല്ലുപൊടി. ഇത് എല്ലുപൊടി പറയുന്നില്ലേ? എത്ര റേറ്റ്? എത്രയുണ്ട്? 70 രൂപ. 70 രൂപയാണ് അതിന്റെ റേറ്റ് വന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ചട്ടിയുടെ ചുറ്റുവിടുന്ന കല്ല് പറയാ ഇത് ഇതിന്റെ ഉപയോഗം തെറ്റതിന്റെ ശരി ഭംഗിയിലിടുന്ന മാത്രമേ ഉള്ളൂ. വെള്ളം നിൽക്കും. വെള്ളം നിൽക്കും. ഇന്നിപ്പോ കുറച്ച് നമ്മള് നമ്മുടെ ചെടിയുടെ കടക്ക് കുറച്ച് നേരം ഇട്ടുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരാഴ്ചക്ക് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. പിടിച്ചിരിക്കും വെള്ളം. ഈ ഒരു പാക്കറ്റിന് എത്രയാ? ഇത് അരക്കിലോന് 50 രൂപ. 50 രൂപ. അരക്കിലോന് 50 രൂപ ഈ ഒരു സാധനം. അപ്പൊ ഇത് കുറെ പേർക്ക് ഇതിന്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് അറിയില്ല. അത് കൊണ്ടുപോകാറുണ്ട് ആൾക്കാര്. മേടിക്കാറുണ്ടല്ലോ. പിന്നെ മിക്സ്ഡ് വളമാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. 150 വളം. ഇത് മണ്ണിന്റെ ഒപ്പം മിക്സ് ചെയ്ത് നല്ല വളം. അത് മണ്ണിന്റെ മിക്സ് ചെയ്യാനുള്ള വളമാണ്. 180 രൂപയാണ് 10 കിലോത്തിന്റെ. പോട്ടിംഗ് സോയിൽ എന്നാണ് ഇതിന്റെ പേര്. മണ്ണിനൊപ്പം മിക്സ് ചെയ്യാനുള്ളതാണ് കേട്ടോ. 10 കിലോന് 150 രൂപയാണ് റേറ്റ് വരുന്നത്. ഇപ്പൊ സ്റ്റാർട്ടിങ് ചെടിയുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ പറ്റിയ സംഭവമാണ് ഇത്. ഈ പോട്ടിങ് വാങ്ങിക്കി ഉപയോഗിക്കാം. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് പൂക്കൾ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഒക്കെ കൊടുക്കാനുള്ളതാണ്. ഒക്കെ കൊടുക്കാവുന്നതാണ്. വെറൈറ്റി ഇവിടെ ഒരെണ്ണം. ഇത് എന്താ ചെയ്യുന്നത്? വെറൈറ്റി എത്ര ചെയ്യുന്നത്? 500 രൂപ വരുന്ന സംഭവം. അതിന്റെ അടിയിൽ വെള്ളം 600 പ്ലേറ്റ് അടക്കണ്ടല്ലേ? അതിന്റെ വെള്ളം നിലത്തേക്ക് പോകാതിരിക്കാതെ അപ്പൊ അകത്ത് വെക്കാൻ പറ്റിയ സാധനം. അങ്ങനത്തെ കൊറേ ഉണ്ട്. കൊറേ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടല്ലോ അവിടെ. ഇതെന്ത് ചട്ടി തന്നെയാണോ? ഇത് സിറാമിക്കിൽ പെട്ടത് തന്നെയാണ്. 500-550 ചട്ടിയാണോ? ചട്ടിയല്ല, പൂ കുത്തി വെക്കാനായിട്ട് മറ്റേ ഫ്ലവറൈസ് പോലത്തെ സിറാമിക് തന്നെയാണ്. സിറാമിക്കിന്റെ വേറൊരു വെറൈറ്റി. അത് ഇത് എത്രയും റേറ്റ്? 550 550 ഇതിന്റെ റേറ്റ് വരുന്നത്. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത്? ആ കുഞ്ഞു ചട്ടികൾക്ക് എത്രയാ? ഇത് 60 രൂപ ഇരിക്കുന്നത്. അവിടെ ഇരിക്കണ്ട 60 രൂപയുടെ ചട്ടികളാട്ടാ. അതിൽ 60 രൂപയുടെ ചെറിയ ചെറിയ ചട്ടികള്. ഇത് പിന്നർ ഇതിന് വേറെ എക്സ്ട്രാ നമ്മൾ വാങ്ങിക്കണം. 10 രൂപയുടെ ചട്ടി വാങ്ങിച്ചു. അങ്ങനത്തെ കൊറേ സാധനങ്ങളായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ അങ്ങനെ വെക്കാം. ഓക്കെ. നമുക്ക് വീടിന്റെ അകത്തൊക്കെ വെക്കാനായിട്ട് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ചട്ടിയാണോ? ഇതാട്ടാ ചട്ടി. ഉള്ളില് തുറക്കാൻ പറ്റുന്നോണല്ലേ? തുറക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഉള്ളില് വെള്ളം കെട്ടി എന്നാല് നമുക്കത് 50 രൂപ റേറ്റ്. 50 രൂപ. പിന്നെ
അങ്ങനത്തെ കുറെ ചട്ടികളും കാര്യങ്ങളും എല്ലാം ദേ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെടിയും ചട്ടി കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ വിസിറ്റ് ചെയ്യുക. ഇവരുടെ ചേച്ചി ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു. പൂവത്തങ്ങ അല്ല നഴ്സറിയുടെ പേരും ലൊക്കേഷനും കാര്യങ്ങളും. ലിറ്റിൽ ഫ്ലവർ നഴ്സറി പൂവത്തങ്കൽ. ലിറ്റിൽ ഫ്ലവർ നഴ്സറി എന്നാണ് നഴ്സറിയുടെ പേര്. അപ്പൊ നമുക്ക് നിങ്ങൾ ചാലക്കുടി എന്നൊക്കെ വരികയാണെങ്കിൽ ചാലക്കുടി ചാലക്കുടി അതിരപ്പള്ളി റൂട്ടാണ്. അത് കഴിഞ്ഞ് പരിയാരം കഴിഞ്ഞ് പൂവത്തിങ്ങല് പള്ളി കഴിഞ്ഞ് പൂവത്തിങ്ങല് പള്ളി കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. കുറച്ച് ഇങ്ങോട്ട് വരുമ്പോ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു നഴ്സറി വരുന്നത്. അപ്പൊ ഇവരുടെ ഫോൺ നമ്പറും പിന്നെ ഇവരുടെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്കിവിടെ ഓൺലൈൻ ഡെലിവറി ഒന്നും ഇല്ലല്ലോ. ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കണം. ഇവിടെ വന്ന് തന്നെ നമ്മൾ വാങ്ങിക്കണം. ഓൺലൈൻ ഡെലിവറി ഒന്നും ഇല്ല. പിന്നെ അത്യാവശ്യം എല്ലാ മിക്ക പ്ലാന്റുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ പ്ലാന്റിങ്ങിന്റെ പോട്ടിങ്ങിന് പറ്റിയ കാര്യങ്ങള് വളങ്ങള് എല്ലാം ഈ ഒരു നഴ്സറിയിലുണ്ട്. അപ്പൊ താല്പര്യമുള്ള എല്ലാവരും ഇവരെ വന്ന് വിസിറ്റ് ചെയ്യുക. പിന്നെ ഞാനിപ്പോ വീഡിയോയിൽ കാണിച്ച ചെടികളെല്ലാം നിങ്ങൾ ഇവിടെ വരണേ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇവരെ വിളിച്ചൊന്ന് കൺഫേം ചെയ്യുക ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ വാങ്ങിക്കാൻ വന്നതിന് മുന്നേ. അപ്പൊ എന്തായാലും താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ചേച്ചിയോട് താങ്ക് യു.